മൂന്നാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട് 2 ഇംഗ്ലീഷ് ദ സർപ്രൈസ്. ടെൻഡർ ടച്ച് പാർട്ട് 2 അടുത്ത ഭാഗം ദ സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ഇറ്റ് സ്മെൽ നൈസ്. വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്? നവീൻ ആസ്ക്ഡ്. It's a surprise. Set for a while. Sasha took out the tiffin box and opened it. നല്ല മണം. എവിടെയാണ് ഇത്? സാഷ വേഗം എന്തോ ചെയ്തു, അവളുടെ ടിഫിൻ ബോക്സ് തുറന്നു. ഹാവ്, ഉണ്ണിയപ്പം! നവീൻ എക്സ്ക്ലെയിംഡ്. നവീൻ അത്ഭുതപ്പെട്ടു. ഓൾ ദി ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് സാഷ. വെയിറ്റ്, ഡോണ്ട് റഷ്, ദെയർ ഇനഫ് ഫോർ എവരിവൺ, നവീൻ said. At that moment, someone appeared at the window. Hey, who is that? Sasha asked. അപ്പോഴേ ഈ ഉണ്ണിയപ്പമാണെന്ന് അറിഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം കൂടെ കൂട്ടമായിട്ടിങ്ങനെ വന്നു. അപ്പോൾ എന്താ പറയുന്നു? ആരും തള്ളുകൂടരുത്. ആര് പറയുന്നു? നവീൻ. റഷ്, ഭയങ്കര തിരക്കായി അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ. അപ്പോഴാണ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് സമ്മോൺ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ. ജനലിനരികിലേട്ട് ആരോ നിൽക്കുന്നത് കണ്ടു. ഹേ, ഹൂ ഈസ് ദാറ്റ്? സാഷ ചോദിച്ചു. ആരാണത്? എ ഗേൾ അറ്റ് ദ വിൻഡോ. അവിടെ ആരാണ് കണ്ടത്? ഒരു പെൺകുട്ടി. അതാരാണെന്ന് നോക്കാം. നവീൻ ടുക്ക് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. ഐ ഹാവ് സീൻ ഹർ സംവെയർ, ഹി സെഡ്. അവിടെ നവീൻ അങ്ങനെ ചെന്ന് നോക്കി വിൻഡോയിലൂടെ. അപ്പോഴവിടെ ആരെയെ കണ്ടു? ഒരു ഗേൾ. ഐ ഹാവ് സീൻ ഹർ സംവെയർ. എന്തുവാ? എവിടെയോ കണ്ട നല്ല പരിചയം. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദ ക്യൂരിയസ്ലി എന്ന് പറഞ്ഞാൽ എന്തോ? നോക്കുക. ആ പെൺകുട്ടി നോക്കി ഇങ്ങനെ എല്ലായിടും. ഹർ മെസ്സി ഹെയർ വാസ് സിംഗിങ് ഇൻ ദ വിൻഡ്. ഷീ ലുക്ക് വെരി ടയേർഡ്. അവൾ മുടിയെല്ലാം ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുകയാണല്ലേ. ഓരോ മുടിയും ഇങ്ങനെ പാറിപ്പറന്നൊക്കെ കിടക്കുകയായിരുന്നു. സാഷ വെൻറ്റ് ടു ദ വിൻഡോ. ഷീ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. ആ ഗേളിന് സാഷ ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. സാഷ ഐസ് ഫോളോയിഡ് ദ ഗേൾ. അപ്പോഴവളത് തന്നെ നോക്കി. ബട്ട് ദ ഗേൾ ഡിസപ്പിയർഡ് ബിഹൈൻഡ് ദ ബുഷസ്. അവളെന്തോ ചെയ്ത്? അത് കണ്ടപ്പോൾ അവളങ്ങ് ഡിസപ്പിയർഡ്, അവളങ്ങ് അപ്രത്യക്ഷമായത് അല്ലേ. എന്തോ അവളൊരു കുറ്റിക്കാട്ടിലോട്ട് പോയി. വെയർ ഡസ് ഷീ ലിവ്? സാഷ ആസ്ക്ഡ് നവീൻ, ഹൂ വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. നവീൻ എന്തു ചെയ്യുമായിരുന്നു? നല്ല ആസ്വദിച്ച് ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പറയുകയാണ് അവളുടെ താമസ സ്ഥലമാണ്. സാഷ പറയുകയാണ് അവിടെ. അപ്പോഴും നവീൻ വെയർ ഡസ് ഷീ ലിവ്, എവിടെയായിരിക്കും താമസിക്കുന്നതെന്ന് ഇങ്ങനെ സാഷ പറയുകയാണ്. അവൻ ഇങ്ങനെ എന്തോ നവീന് ഉണ്ണിയപ്പം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ, ഹി സെഡ്. പുവർ ഗേൾ എന്ന് വെച്ചാൽ ഒരു പാവം പെൺകുട്ടിയാണ്. ഹർ ക്ലോത്ത് ആർ ടോൺ, സാഷ സെഡ്. അല്ലേ, കീറിപ്പറഞ്ഞ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ആണ് അവളവിടെ എന്തുവാ ജനലിൻ്റെ അരികിലോട്ട് വന്നത്. പിന്നെ അവളെ കണ്ടോ? ഇല്ല. ഡിസപ്പിയേർഡ്. അപ്പിയേർഡിൻ്റെ ഓപ്പോസിറ്റാണ് എന്തോ? ഡിസപ്പിയേർഡ്. അപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, ഡിസപ്പിയേർഡ് അപ്രത്യക്ഷമാവുക. The girl comes again. The best of friends can change a frown into a smile when you feel down. അപ്പോൾ Mr. Anupama, their teacher, was singing a song in the class. Suddenly Sasha saw the girl again at the door. Poor girl, I think she wants to come, Sasha murmured. എന്തുവാ? ദ ബെസ്റ്റ് ഓഫ്. ടീച്ചർ ഇങ്ങനെ നല്ലൊരു പോയം ക്ലാസ്സിലിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. നല്ല ഒരു കൂട്ടുകാരാണെങ്കിൽ എന്തായിരിക്കും? എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും ഫ്രൗൺ എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക. അവർ എന്തുമായിരിക്കും? ഇൻ്റെ സ്മൈൽ. ആ വിഷമമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതാണ് നല്ല നിഷ്കളങ്കരായ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു പോയം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനുപമ ടീച്ചർ. സഡൻലി, അപ്പോഴാണ് പെട്ടെന്ന് ആ ഗേൾ വീണ്ടും ആ കതവിൻ്റെ അടുത്തോട്ട് വന്നത്. ആ ഡോറിൻ്റെ അടുത്തോട്ട് വന്നത് ആ പുവർ ഗേൾ, ആ പാവം പെൺകുട്ടി. ഐ തിങ്ക്, പെട്ടെന്ന് ഈ ടീച്ചറിൻ്റെ ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക്, പഠിപ്പിക്കുന്ന ഇത് കേട്ടപ്പോഴത്തേക്ക് അവളെന്തോ അവിടെ നിന്ന് വീണ്ടും അങ്ങ് പോയി. സാഷ മർമർഡ്. സാഷ ഇങ്ങനെ പറയുകയാണ്,
ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം സാഷ. മർമർഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുത്തു.